ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കോരിന്തോസ് 8-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉദാരമായ ദാനം എന്ന ശീർഷകത്തോടു കൂടിയ ഈ അധ്യായത്തിൽ 24 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. 2 കോരിന്തോസ് 8-ാം അധ്യായത്തിൽ കോരിന്തോസുകാരെ സംബോധന ചെയ്യുന്നത് എങ്ങനെ? ഉത്തരം: സഹോദരരെ. ചോദ്യം 2. എന്ത് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: മക്കെദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച്. ചോദ്യം 3. ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകിയതെന്ത്? ഉത്തരം: സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും. ചോദ്യം 4. മക്കെദോനിയക്കാർ എങ്ങനെ ദാനം ചെയ്തു എന്നാണ് ശ്ലീഹായ്ക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നത്? ഉത്തരം: അവരുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന്. ചോദ്യം 5. മക്കെദോനിയക്കാർ അപ്പസ്തോലന്മാരോട് തങ്ങളെ കൂടി ഭാഗഭാക്കുകളാക്കണമെന്ന് തീവ്രമായി അപേക്ഷിച്ചു. എന്തിൽ? ഉത്തരം: വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ. ചോദ്യം 6. മക്കെദോനിയക്കാർ ആദ്യമേ തന്നെ അവരെ സമർപ്പിച്ചത് ആർക്ക്? ഉത്തരം: കർത്താവിനും ദൈവഹിതമനുസരിച്ച് അപ്പസ്തോലന്മാർക്കും. ചോദ്യം 7. തീത്തോസിനോട് കോറിന്തോസുകാരുടെ ഇടയിൽ ആരംഭിച്ച എന്തു പൂർത്തിയാക്കാനാണ് ശ്ലീഹ അഭ്യർത്ഥിച്ചിരിക്കുന്നത്? ഉത്തരം: കാരുണ്യ പ്രവർത്തനങ്ങൾ. ചോദ്യം 8. കോറിന്തോസുകാർ എന്തിലെല്ലാം മികച്ചു നിൽക്കുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: വിശ്വാസം, പ്രഭാഷണം, വിജ്ഞാനം, സമ്പൂർണമായ ഉത്സാഹം, അപ്പസ്തോലന്മാരോടുള്ള സ്നേഹം എന്നിവയിൽ. ചോദ്യം 9. എന്തിൽ കൂടി മികച്ചു നിൽക്കണം എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: കാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടി. ചോദ്യം 10. ശ്ലീഹ കൽപ്പിക്കുകയല്ല, മറിച്ച് എന്ത് തെളിയിക്കുകയാണ് ചെയ്യുന്നത്? ഉത്തരം: കോറിന്തോസുകാരുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ്. ചോദ്യം 11. 2 കോറിന്തോസ് 8-ാം അധ്യായം 9-ാം വാക്യം അനുസരിച്ച് എന്ത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: യേശുക്രിസ്തുവിൻ്റെ കൃപ. ചോദ്യം 12. യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. എന്തിന്? ഉത്തരം: തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി. ചോദ്യം 13. 2 കോറിന്തോസ് 8-ാം അധ്യായം 10-ാം വാക്യം അനുസരിച്ച് പൂരിപ്പിക്കുക. 1 വർഷം മുമ്പേ നിങ്ങൾ ഡാഷ് തുടങ്ങിയ ഈ കാര്യം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കുമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. ഉത്തരം: അഭിലഷിക്കാനും പ്രവർത്തിക്കാനും. ചോദ്യം 14. നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടമാക്കേണ്ടത് എന്ത്? ഉത്തരം: ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത. ചോദ്യം 15. ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കുന്നതെപ്പോൾ? ഉത്തരം: താൽപ്പര്യത്തോടെ നൽകുമ്പോൾ. ചോദ്യം 16. കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല. എന്തുകൊണ്ട്? ഉത്തരം: താൽപ്പര്യത്തോടെ നൽകുമ്പോൾ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും എന്നതുകൊണ്ട്. ചോദ്യം 17. മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണം എന്നുമല്ല താൻ അർത്ഥമാക്കിയതെന്ന് ശ്ലീഹ പറയുന്നു. പിന്നെ എന്താണ് അർത്ഥമാക്കിയത്? ഉത്തരം: സമൃദ്ധിയിൽ നിന്ന് കുറവ് നികത്തുമ്പോൾ സമത്വം ഉണ്ടാകും എന്നാണ് അർത്ഥമാക്കിയത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചോദ്യം 18. 2 കോറിന്തോസ് 8-ാം അധ്യായം 15-ാം വാക്യം ഉദ്ധരിക്കുക. ഉത്തരം: അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് കുറവുമുണ്ടായിരുന്നില്ല. ചോദ്യം 19. കോറിന്തോസുകാരെക്കുറിച്ച് ആത്മാർത്ഥമായ താൽപ്പര്യം ആരുടെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ദൈവത്തിനാണ് ശ്ലീഹ നന്ദി പറയുന്നത്? ഉത്തരം: തീത്തോസിൻ്റെ. ചോദ്യം 20. അപ്പസ്തോലന്മാരുടെ അഭ്യർത്ഥന കൈക്കൊണ്ട് എപ്രകാരമാണ് തീത്തോസ് അവരുടെ അടുത്തേക്ക് ചെന്നത്? ഉത്തരം: സ്വമനസാലെയും ഉത്സാഹത്തോടെയും. ചോദ്യം 21. ഏത് സഹോദരനെയാണ് തീത്തോസിനോട് കൂടെ അയച്ചിരിക്കുന്നത്? ഉത്തരം:
സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ സഹോദരനെ. ചോദ്യം 22. എന്തിനു വേണ്ടിയാണ് തങ്ങൾ കാരുണ്യപ്രവൃത്തികൾ നിർവഹിക്കുന്നത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: കർത്താവിൻ്റെ മഹത്വവും തങ്ങളുടെ സന്മനസ്സും വെളിപ്പെടേണ്ടതിന്. ചോദ്യം 23. എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ് തീത്തോസിനോടൊപ്പമുള്ള സഹോദരൻ? ഉത്തരം: കാരുണ്യ പ്രവർത്തനങ്ങളിൽ അപ്പസ്തോലന്മാരുടെ സഹകാരിയായി സഭകളാൽ നിയോഗിക്കപ്പെട്ടവൻ. ചോദ്യം 24. എന്തിൽ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ഉദാരമായ ദാനം കൈകാര്യം ചെയ്യുന്നതിൽ. ചോദ്യം 25. എന്താണ് തങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും ആദരണീയമായത് ചെയ്യുക. ചോദ്യം 26. പല കാര്യങ്ങളിലും ഉത്സാഹിയാണെന്ന് പലതവണ പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ള സഹോദരനെയും അയക്കുന്നുണ്ട്. അവനിപ്പോൾ പൂർവോപരി ഉത്സാഹിയാണ്. എന്തുകൊണ്ട്? ഉത്തരം: കോറിന്തോസുകാരിലുള്ള ഉത്തമ വിശ്വാസം നിമിത്തം. ചോദ്യം 27. തീത്തോസിനെ പൗലോസ്ലീഹ വിശേഷിപ്പിക്കുന്നതെങ്ങനെ? ഉത്തരം: ശുശ്രൂഷയിലെ പങ്കുകാരനും സഹപ്രവർത്തകനുമെന്ന്. ചോദ്യം 28. കൂടെയുള്ള സഹോദരന്മാരെ പൗലോസ്ലീഹ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ഉത്തരം: സഭകളുടെ അപ്പസ്തോലന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവും. ചോദ്യം 29. 2 കോറിന്തോസ് 8-ാം അധ്യായം 24-ാം വാക്യമനുസരിച്ച് പൂരിപ്പിക്കുക. നിങ്ങളുടെ ഡാഷിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും തെളിവ് ഡാഷ് മുമ്പാകെ ഇവർക്ക് നൽകുവിൻ. ഉത്തരം: സ്നേഹത്തിൻ്റെയും സഭകളുടെയും. സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചവരോട് പ്രത്യേകമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സ്നേഹവും സഹകരണവും സബ്സ്ക്രിപ്ഷനായും ഷെയറിങ്ങുകളായും പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.